ഹലോ നമസ്തേ. എൻ്റെ പേര് ജയൻ. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് കണ്ടു. എന്താണെന്ന് വെച്ചാൽ, കണ്ണൂരിൽ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ജിം ചെയ്യുന്ന സമയത്ത് ഒരാൾ കുഴഞ്ഞ് വീണ് മരിച്ചു. അത് അതുപോലെ ഒരുപാട് ന്യൂസ് അങ്ങനെ വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആയുസ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസ്, പക്ഷേ ഇപ്പോൾ മരണത്തിൻ്റെ എണ്ണമാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റയടിക്ക് ഇത് പെട്ടെന്ന് പോയിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിലേക്ക് പോകാൻ പാടില്ല, പാടില്ല. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ പതുക്കെ 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 ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ ഹെവി ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഏകദേശം 40 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ഇത് വാമപ്പ് എക്സസൈസ് ചെയ്യണം. 10 മിനിറ്റ് ഇത് കഴിഞ്ഞ് എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യണം, വാം ഡൗൺ എക്സസൈസ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കാർഡിയാക്ക് ഇവാലുവേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ECG എല്ലാം എടുക്കുന്നില്ലേ, ECG നമ്മളെ ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ സാധാരണ നോർമലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഹാർട്ട് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ECG നോക്കുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്നാൽ ഈ സംഭവം ECG പറഞ്ഞാൽ നമുക്ക് 100% അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, TMT ടെസ്റ്റ് ചെയ്യണം. TMT ടെസ്റ്റ് പറഞ്ഞാൽ ട്രെഡ്മിൽ ടെസ്റ്റ്. ട്രെഡ്മിൽ നിങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ പല വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത്, സെൽഫായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജിമ്മിൽ ഓടാൻ വേണ്ടിയിട്ടും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ TMT ടെസ്റ്റ് അതിൽ ആദ്യം കുറച്ച് സ്പീഡ് കുറച്ചിട്ട് നടന്നിട്ട് നമ്മൾ ഹാർട്ട് റേറ്റ് എത്ര ഉണ്ടെന്ന് നോക്കും. പിന്നെ പതുക്കെ പതുക്കെ ഓരോ 5 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡ് കൂട്ടി നമ്മൾ ഹാർട്ട് റേറ്റിലുണ്ടാകുന്ന വേരിയേഷനൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ MVPS എന്ന് പറഞ്ഞാൽ, MVPS അറിയാമോ? മിട്രോ വാൾവ് പ്രോലാക്റ്റ് സിംറ്റം എന്ന് പറയും. ഈ നമ്മൾ സ്ട്രെയിനുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് TMT ടെസ്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഫിറ്റ്നസ് ന്യൂട്രീഷനെ കൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ട് നമ്മളെ ഹെൽത്ത് ഫുള്ള് ചെക്കപ്പ് ചെയ്യിക്കണം. എന്നാൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യിക്കണം എന്ന് വെച്ചാൽ, നമുക്ക് ഏതൊക്കെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. ഏതൊക്കെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. പിന്നെ മൂവ്മെൻറ്റ്സ് ഏതൊക്കെ ചെയ്യാൻ പറ്റും നോക്കണം. ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഏഴാണ് ഉള്ളത്. അത് ഏതൊക്കെ എന്നറിയാമോ? ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റ്സ് ഏതാണെന്ന് അറിയാമോ? പുഷപ്പ് ഉണ്ട്, പുള്ളപ്പ് ഉണ്ട്, സ്ക്വാട്ടിംഗ് ഉണ്ട്, ഇഞ്ചസ്, ലഞ്ചസ്, ബ്രഞ്ചസ്, ലോക്കോമോഷൻ. ഇതൊക്കെ ഈ 7 ഇതാണ് ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പിന്നെ ഈ TMT ടെസ്റ്റിനെ സ്ട്രെസ് ടെസ്റ്റ് എന്നും പറയും. പിന്നെ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് എന്നും പറയും. പിന്നെ ഇതിൻ്റെ ഈ TMT ടെസ്റ്റിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഹൃദയമിടിപ്പ്, പിന്നെ ഹൃദയമിടിപ്പിൻ്റെ സ്പീഡ്, ബ്ലഡ് പ്രഷർ, പിന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതും ഈ TMT ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ, ഈ TMT ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പ്രായത്തിനനുസരിച്ചിട്ട് ഒരു ടാർഗറ്റ് ഹാർട്ട് റേറ്റ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ, ഇത് പ്രായത്തിനനുസരിച്ച് ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് വെച്ചാൽ, ഈ 220 നിന്ന് ഇപ്പോൾ നമ്മളെ പ്രായം കുറക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 50 വയസ്സായ ആളെന്ന് വെച്ചോ. അപ്പോൾ ടാർഗറ്റ് ഇത് അറിയണമെങ്കിൽ 220 നിന്ന് അവരെ പ്രായം 50 കുറക്കുക. അപ്പോൾ 170 കിട്ടും. ഈ 170 മിനിറ്റ്സ് പെർ ബീറ്റ്സ് പെർ മിനിറ്റ്സ്. ഇതിൻ്റെ 85% ഈ 170ൻ്റെ 85, അത് ഞാൻ ഒരു ഏകദേശ പ്രായം പറഞ്ഞത്.
ഇതിൻ്റെ 85% TMT ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടണം. പിന്നെ ഈ TMT ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ പോകാൻ പാടില്ല. പിന്നെ 3-4 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മദ്യപിച്ച് പോകാൻ പാടില്ല, പുകവലിച്ച് പോകാൻ പാടില്ല. പിന്നെ ഈ പ്രഷറിൻ്റെ, ഷുഗറിൻ്റെ അങ്ങനത്തെ എല്ലാം ഇത് മരുന്ന് കഴിക്കുന്നവർ അത് ഡോക്ടറെ അറിയിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ട് റേറ്റ് കൂടില്ല, കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് ഇത് TMT ടെസ്റ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചിട്ട് അവർ സമ്മതിച്ചാൽ മാത്രമേ TMT ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ TMT ടെസ്റ്റിന് ഏകദേശം 2000 രൂപ ആവും തോന്നും. ആ ഒരു റേറ്റ് ആയിരിക്കും. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന സമയത്തായാലും ഓടുന്ന സമയത്തായാലും പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തായാലും ഈ TMT ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയുള്ള ഈ ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ എല്ലാം വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും.